നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിൽ പ്രധാനമായും സംഭവിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് ചില നമ്പറുകളാണ്. 4 നമ്പറുകളാകുന്നു. അതിൽ ആദ്യത്തേതായ നമ്പർ 4 രണ്ടാമത്തേതായ നമ്പർ 1 മൂന്നാമത്തേതായ നമ്പർ 6 നാലാമത്തേതായ നമ്പർ 9 ആകുന്നു. ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. പ്രധാനമായും ധനവരവ്, സ്ഥിരവരുമാന ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആരോഗ്യം, കുടുംബം, ദാമ്പത്യം, വിദ്യാഭ്യാസം, ഇത്തരത്തിൽ പല കാര്യങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നമ്പർ തൊടുക. ഏവരും ഒരു നമ്പർ തൊട്ടു എന്നാണ് വിചാരിക്കുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഓം നമഃ ശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നമ്പറായ 4 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ഗുണകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അത് ധനപരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങളുടെ, പ്രധാനമായും ജോലിയുമായി ബന്ധപ്പെട്ട് ക്ലേശങ്ങൾ മനസ്സിൽ വല്ലാതെ അലട്ടുന്നു എന്നതാണ് വാസ്തവം. ജോലി ലഭിക്കാതെയോ ലഭിച്ചിരിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട് ചില ആശയക്കുഴപ്പങ്ങളോ നിങ്ങൾക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തടസ്സങ്ങൾ ജീവിതത്തിലുണ്ട്. അത് ധനപരവുമായി ബന്ധപ്പെട്ടും വരുമാനവുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും വന്നു ചേർന്നിരിക്കുന്നതായ കാര്യ തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സ്വസ്ഥത ജീവിതത്തിലേക്ക് കടന്നു വരും. അതിനാൽ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ചെറിയ തർക്കങ്ങൾ പോലും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സാധിക്കുകയോ ക്രമേണ കാര്യങ്ങൾ അനുകൂലമാവുകയോ ചെയ്യാം. എന്നാൽ ഈ സമയം പ്രധാനമായും ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായ സമയം തന്നെയാകുന്നു. ദാമ്പത്യ ജീവിതവും അനുകൂലമായി തീരും. പൊതുവെ കുടുംബത്തിൽ നിന്നും അല്പം പിന്തുണ ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഈ സമയം നിങ്ങൾക്ക് തീർച്ചയായും ശരിയായ രീതിയിലുള്ള ഉപദേശങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഉപദേശങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. അലസത തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. കാര്യങ്ങൾ അനുകൂലമായി തന്നെ ഭവിക്കാവുന്ന സമയം തന്നെയാണ് വന്ന് ഭവിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും ധനപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകമായ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ധനനഷ്ടങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കടം തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടി അനുകൂലമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പരിധി വരെ വന്നു ചേരാം. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് നീങ്ങുക. രണ്ടാമത്തെ നമ്പറായ 1 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഉദ്ദേശിക്കാത്ത പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമായി എന്ന് വരാം. അത് ധനവരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകാം. ധനവരവ് നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. ധനവരവ് അനുകൂലമായി തീരും. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ഗുണകരമായ ചില മാറ്റങ്ങൾ, അത് ജോലിയുമായി ബന്ധപ്പെട്ടാകാം. ജോലി മാറുക, ജോലി അന്വേഷിക്കുന്നതായ ജോലി ലഭിക്കുക, അത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. സൽകീർത്തി, ബഹുമാനം നേടിയെടുക്കുവാൻ സാധിക്കും. അത് ജോലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ വിദ്യയുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും അത്തരത്തിൽ വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കും. അംഗീകാരങ്ങളും ബഹുമാനവും
ഈ സമയം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലേക്ക് വന്നു ചേരാം. സ്ഥാനമാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ ഈ സമയം വളരെ കൂടുതലാണ്. അതിനാൽ തൊഴിൽപരമായി ഇത്തരം കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഉന്നതമായ സ്ഥാനം പോലും അലങ്കരിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കാര്യവിജയങ്ങൾ അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും. അത് ധനവരവ് വർദ്ധിക്കുന്നതിന് സഹായകരമായി തീരും. കൂടാതെ ഈ സമയം സമാധാനം അത് കുടുംബ ജീവിതത്തിലാണ് എങ്കിലും ദാമ്പത്യ ജീവിതത്തിലാണ് എങ്കിലും തീർച്ചയായും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. കുടുംബത്തിലുള്ള ചില തർക്കങ്ങൾ അത് സഹോദരങ്ങളായി ബന്ധപ്പെട്ടാണ് എങ്കിലും മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സമാധാനം ലഭിക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. വിദ്യയിൽ ഉയർച്ച നേടുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. കൂടാതെ ഈ സമയം വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സമാധാനം ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. എന്നിരുന്നാലും ആരോഗ്യ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ട സാഹചര്യം തന്നെയാണ് ജീവിതത്തിലുള്ളത്. അതിനാൽ അത്തരം ചില കാര്യങ്ങൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. കൂടാതെ ഈ സമയം പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്നതായ കടം അല്ലെങ്കിൽ പണം അത് തിരികെ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് തന്നെ ലഭിക്കണം എന്നില്ല. എന്നിരുന്നാലും താൽക്കാലികമായി അല്പമെങ്കിലും പണം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം തർക്കങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുക. സാധിക്കുമെങ്കിൽ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. മൂന്നാമത്തെ നമ്പറായ 6 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല കാര്യങ്ങളിലും നിങ്ങൾ ആഗ്രഹിച്ചിരുന്നതായ വിജയങ്ങൾ നേടിയെടുക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രവൃത്തി വിജയങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. കാര്യതടസ്സങ്ങൾ അകലുന്നതിനാൽ തന്നെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാകാം. ജോലി ലഭിക്കുന്നതിലേക്കോ ജോലിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതായ കാര്യങ്ങളും അനുകൂലമായി തീരാം. പ്രവൃത്തി വിജയങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പ്രധാനമായും അത് ജോലിയുമായി ബന്ധപ്പെട്ടും ധനവരവിനെയും അനുകൂലമാക്കി തീർക്കുന്ന ഫലങ്ങളായി മാറാവുന്നതാണ്. ഈ സമയം പ്രധാനമായും നിങ്ങൾക്ക് കാര്യതടസ്സങ്ങൾ അകലുന്നതിനോടൊപ്പം സ്വസ്ഥത ജീവിതത്തിലേക്ക് വന്നു ചേരും. അത് പ്രധാനമായും കുടുംബ ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ചെറിയ തർക്കങ്ങൾ ഉണ്ടായി എന്ന് വരാം. എന്നാൽ അത് നിങ്ങൾക്ക് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്ന വിധം അനുകൂലമായി തീരും. അതിനാൽ തന്നെ ഈ സമയം ശത്രുക്കളുമായി ബന്ധപ്പെട്ട് പലവിധ കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതിരോധിക്കുവാനും സമാധാനം അത് പല കാര്യങ്ങളിലും പ്രകടമാകുന്നതായ സമയമാണ്. മുൻപത്തെ അപേക്ഷിച്ച് കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമാകും എന്ന് തന്നെ പരാമർശിക്കാം. ഈ സമയം തൊഴിൽപരമായ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബിസിനസ് പരമാണ് എങ്കിൽ പോലും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കും. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. ശത്രുദോഷങ്ങളെ നിങ്ങൾക്ക് ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ സാധിക്കും. കുടുംബ സൗഖ്യം വന്നു ചേരും. പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയുന്നതായ സമയമാണ് വന്നു ചേരുക. പ്രവൃത്തി കൂടുതൽ ശുഭകരമായി തീരും. പ്രവൃത്തി ഗുണം ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാണ്. സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനാൽ ജോലിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അനുകൂലമായി തീരാം. ബഹുമാനം നേടിയെടുക്കുക, തൊഴിൽപരമായ ഉയർച്ച വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. ആരോഗ്യ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ, ചില പ്രയാസങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അതിനാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകുന്നതിലൂടെ ഇത്തരം കാര്യങ്ങളെ ഒഴിവാക്കുവാൻ സാധിക്കും. വിദ്യയിൽ അല്പം ഉയർച്ച നേടുവാനുള്ള സാധ്യതകളുണ്ട്. പ്രധാനമായും മത്സര പരീക്ഷകളിൽ പോലും ഉയർന്ന വിജയം നേടുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. അലസത ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെ വിദ്യയുമായി ബന്ധപ്പെട്ട് വന്നു ചേരും. ഈ സമയം വിഷ്ണു ഭജനം നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം നിത്യവും കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുന്നതും ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും കൂടുതൽ അനുകൂലമായി ഭവിക്കും. ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് നീങ്ങുക.
നാലാമത്തെ നമ്പറായ 9 നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. പല വിജയങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതാണ് വാസ്തവം. പലപ്പോഴും വിജയങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിലും അത് നേടുവാൻ സാധിക്കാത്തതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. കാര്യവിജയങ്ങൾ നേടുവാൻ സാധിക്കും. കാര്യങ്ങൾ അനുകൂലമായി നടക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അത് ധനപരമായും തൊഴിൽപരമായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകും. ഉയർച്ചയ്ക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. മനസ്സ് മടുത്തതായ പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട്. അതിൽ നിന്നും ചില മാറ്റങ്ങൾ വന്നു ചേരാം. പണം കയ്യിൽ നിൽക്കാത്തതായ സാഹചര്യങ്ങളുണ്ട്. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരുകയും ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിവർത്തിക്കാനുള്ള പണം കൈകളിലേക്ക് വന്ന് ചേരുകയും ചെയ്യാം. കൂടാതെ പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കും. അത് ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്, ബിസിനസ് പരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നതിന് സഹായകരമായി തീരും. വസ്തു നേടുവാനുള്ള അവസരങ്ങൾ, ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. കർമ്മ പുരോഗതി ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതായ സാഹചര്യങ്ങളുണ്ട്. കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രധാനമായും കുടുംബജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതായ ചില വിഷമതകൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. എന്നിരുന്നാലും തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യലാഭം നേടിയെടുക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം വിദ്യയുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടാം. വിദ്യയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ചില മനക്ലേശങ്ങൾ, മറ്റ് ക്ലേശങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് ഒരു പരിധിവരെ സാധിക്കും. പ്രതീക്ഷിക്കാതെ തന്നെ വിദ്യയിൽ ഉയർച്ച, വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ വിചാരിക്കാതെ തന്നെ പല കാര്യങ്ങളും കുടുംബവുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ സംഭവിക്കാം. ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടോ ചില തർക്കങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. അത്തരത്തിലുള്ള വാക്തർക്കങ്ങൾ ഒഴിവാക്കുന്നതാണ് ശുഭം. ആരോഗ്യ കാര്യങ്ങൾ അനുകൂലമാകും എങ്കിലും ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. ആരോഗ്യ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. പ്രധാനമായും ഈ സമയം ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നതും ഗുരുവായൂരപ്പനെ ഭജിക്കുന്നതും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നിങ്ങൾക്ക് നൽകും. സാധിക്കുന്നവരാണ് എങ്കിൽ കുടുംബക്ഷേത്രത്തിൽ കൂടി ദർശനം നടത്തുക.